ഹലോ. ഫ്രം സുലോചന ഫ്രം സോമേശ്വരം. ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് JB തുമിനാടാണ്. പുള്ളിയാണ് ഇതിൽ പ്രധാന ക്യാരക്ടറും ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് നമ്മളുടെ രാജ്ബി ഷെട്ടി ഇതിലൊരു മന്ത്രവാദിയുടെ റോൾ ചെയ്യുന്നുണ്ട്. പുള്ളി ഇതിൻ്റെ സഹനിർമ്മാതാക്കളിൽ ഒരാളുമാണ്. ഇതൊരു കന്നഡ പിന്നെ കോമഡി ഹൊറർ ജോണറിലുള്ള ഒരു സിനിമയാണ്. ഇതെന്ന് വെച്ചാൽ ഒരു സീരിയസ് ആയിട്ടുള്ള വിഷയമാണ് പറയുന്നത്, പക്ഷേ അത് അവതരിപ്പിച്ചിരിക്കുന്നത് ഫുൾ കോമഡിയിലായിട്ടാണ്. ഇത് നമ്മൾ പുള്ളിങ്ങനെ പൊട്ടിച്ചിരിച്ചിരുന്ന് കണ്ടു എന്ന് എനിക്ക് അങ്ങനെ തോന്നിയില്ല. നമുക്ക് ഫസ്റ്റ് ഹാഫിലൊക്കെ കുറച്ചിങ്ങനെ കുറേയൊക്കെ ഒരു ചിരി നമുക്ക് തമാശകൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മൾ ഒരു പുഞ്ചിരിയോടുകൂടി തന്നെയാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ ചിരിക്കാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ക്ലൈമാക്സ് ഒക്കെ ഗംഭീരമായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ ഗ്രാമത്തിൽ വെറുതെ തോന്നിയാസിയായി നടന്ന ഇങ്ങനെ അതും ഇതും വീഡിയോസും കണ്ട് പെണ്ണുങ്ങളെയൊക്കെ കമൻ്റ് അടിച്ച് ഇങ്ങനെ നടന്നിരുന്ന ഒരു പയ്യന് ബാധ കയറുന്നതും അത് ഒഴിവാക്കാൻ വേണ്ടി ഈ പയ്യൻ്റെ വീട്ടുകാരും നാട്ടുകാരും മൊത്തം അതിനുവേണ്ടി ശ്രമിക്കുന്നതും അതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളൊക്കെയാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ പയ്യൻ എല്ലാവരെയും പറ്റിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് നാട്ടുകാരുടെ ഈ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അവരുടെ പേടിയൊക്കെ കാണുമ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് ചിരിക്കാനുണ്ട്. പിന്നെ ഇതിലെന്ന് വെച്ചാൽ ഹൊറർ ആണെങ്കിലും ഇതിൽ ഹൊറർ എലിമെൻറ്റ്സ് ഒക്കെ ഇതിൽ കുറവാണ്. നമ്മൾക്കങ്ങനെ വല്ലാതെ പേടിപ്പെടുത്തുന്ന രീതിയിലൊന്നും ഇതിലൊന്നുമില്ല. അതുമല്ല, നമുക്ക് കാര്യങ്ങൾ അറിയാം എന്താണെന്ന്. ഇത് പുള്ളിയുടെ വെറും ഒരു അഭിനയമാണെന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് നമുക്കങ്ങനെ വല്ലാതെ നമ്മളെ പേടിപ്പെടുത്തുന്ന സീനുകളൊന്നുമില്ല. പക്ഷേ ഒരു സീനിൽ മാത്രമേ എനിക്ക് മനസ്സിനെ വല്ലാതെ പിടിച്ചിരുത്തി. ഇതിലെ നായിക കഥാപാത്രമുണ്ട്. പുള്ളിക്കാരിയുടെ അമ്മ ഇങ്ങനെ ഒരു ജനലിൻ്റെ പുറകിൽ നിന്ന് നോക്കുന്ന ഒരു സീനുണ്ട്. അതൊരു വല്ലാത്ത സീനാണ്. അവരുടെ മുഖഭാവം, അവരുടെ ആ നിപ്പും ആ ഒരു സിറ്റുവേഷൻ അത് എങ്ങനെ കൊണ്ടുവന്നെന്നുള്ളത് അതെനിക്ക് വല്ലാതെ ശരിക്കും നമ്മളെ പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ മനസ്സിന് വല്ലാത്ത ഒരു വിഷമുണ്ടാക്കുന്ന ഒരു സീനായിട്ട് എനിക്ക് തോന്നി. അത് മാത്രമാണ് എനിക്കൊരു ഇച്ചിരി ഇതിൽ ഒരു മനസ്സിനൊരു ഇതാക്കുന്ന രീതിയിൽ തോന്നിയത്. ബാക്കി ഫുള്ള് ഇത് ഇങ്ങനെ തമാശ രൂപത്തിലാണ് ഇതിങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ബാധ ഒഴിപ്പിക്കാനുള്ള ഇതുകളും അതിൻ്റെ പേരിൽ ഇങ്ങേര് അനുഭവിച്ചു കൂട്ടുന്ന ബാധ ഒഴിപ്പിക്കാനുള്ള പീഡനങ്ങളും മരുന്ന് കുടിപ്പിക്കലും അതിൻ്റെ പേരിൽ ഇയാൾ കുറേ അനുഭവിച്ചു കൂട്ടുന്നുണ്ട്. പക്ഷേ ഇവർ പറയാൻ ശ്രമിക്കുന്നത് പക്ഷേ കഥ ഈ രീതിയിൽ വന്ന കഥ അതിനൊരു ട്വിസ്റ്റ് ഉണ്ടാവണേണ്. അത് പിന്നെ ഒരു വലിയ പ്രാധാന്യമുള്ളൊരു സംഭവത്തിലേക്ക് പോണേണ്. അപ്പോൾ ഇതിൽ ആ പയ്യന് വരുന്നൊരു മാറ്റം, അത്രയും സമയം പെണ്ണുങ്ങളെ ഒരുമാതിരി വളക്കാനും അങ്ങനെ ഇങ്ങനെയൊക്കെ ശ്രമിച്ചു കാണുന്നൊരു പയ്യൻ്റെ അയാൾക്ക് ഇതിലൂടെ ഒരു മാറ്റം പറഞ്ഞാണ്. ഇതിലെ മെയിൻ ക്യാരക്ടറിനെ കണ്ടുമുട്ടുന്നതോടുകൂടി പുള്ളിക്ക് സ്ത്രീകളോടുള്ള പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് തന്നെ മാറുന്നതാണ്. പിന്നെ അവരുടെ വിഷമങ്ങളൊക്കെ മനസ്സിലാക്കിയ പുള്ളി അതിനു വേണ്ടി നിലകൊള്ളണയാണ്. ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പുള്ളി എത്തിപ്പെട്ടതാണ്. ഇങ്ങനെ ഒരു ബാധ കയറി എന്നുള്ള അഭിനയിക്കേണ്ടി വന്നതാണ് പുള്ളിക്ക് ജീവിതത്തിൽ. പക്ഷേ അത് ആ ഗ്രാമത്തിൽ തന്നെ ഒരു പ്രത്യേക സംഭവം ഉണ്ടാക്കുകയും അത് നല്ലൊരു പരിസമാപ്തിയിലേക്ക് അത് നീങ്ങുകയും ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇതിൽ അഭിനയം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ഇതിലൊരു രവിയണ്ണനുണ്ട്, പ്രധാനമുള്ള ക്യാരക്ടറിനാണ്. അത് ഭയങ്കര രസമായിട്ട് തന്നെ പുള്ളി ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ കുറേ പേരുണ്ട്, ഒരു അളിയൻ, പിന്നെ അതുപോലെ ഒരു വില്ലേജ് ഓഫീസറോ മറ്റോ, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. ഓരോ ക്യാരക്ടേഴ്സും നമ്മളിതിങ്ങനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കണം. കാരണം കണ്ണുകൊണ്ടും മുഖഭാവം കൊണ്ടും ഒക്കെ ഇതിൽ കോമഡി വരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അതേപോലെ വാക്കുകൾ കൊണ്ട്. അപ്പോൾ ഓരോ സംഭവങ്ങളും ഇങ്ങനെ, പിന്നെ ഒരു കണ്ണ് കാണാത്ത ആളുണ്ട്. അതൊക്കെ ഇങ്ങനെ ഓരോ സംഭവങ്ങളും നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ആ ഒരു ഇത് മനസ്സിലാവുന്നത്. അതോടൊപ്പം തന്നെ അത്രയും കോമഡിയിലൂടെ നീങ്ങിയ സിനിമ പിന്നെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ് സംസാരിക്കുന്നത്. പെണ്ണുങ്ങൾക്കെതിരെയുള്ള പിന്നെ ആളുകളുടെ പിന്നെ പെണ്ണുങ്ങളെ ദുരുപയോഗം ചെയ്യുന്നതിനെ പറ്റിയിട്ടും പിന്നെ അതിനുവേണ്ടി ഇത്രയും ഇതായിട്ടുള്ള ആ പയ്യൻ തന്നെ അതിനുവേണ്ടി നിലകൊള്ളുന്നതും ആ ക്ലൈമാക്സിനും പുള്ളിയുടെ ഒരു ട്വിസ്റ്റൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര രസമാണ് കണ്ടിരിക്കാനായിട്ട്. ആ ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോഴത്തേക്കും സിനിമ ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ ഭയങ്കര ഈസി ആയിട്ടൊക്കെ ഇരുന്നത് നമ്മൾ ഭയങ്കര സീരിയസ് ആയിട്ടുള്ളൊരു മൂഡിലേക്ക് വരും. അത്രയും രസമായിട്ടാണ് ആ ക്ലൈമാക്സ് എടുത്തിരിക്കുന്നത്. പൊതുവേ നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന നല്ല രസകരമായ ഒരു മൂവിയാണ് ഫ്രം ഒരുപാട് പൊട്ടിച്ചിരിപ്പിച്ചൊന്നും ഇല്ലെങ്കിലും നമ്മൾ ഇന്നത്തെ കാലത്ത് ഇത്രയും ബഹളം നിറഞ്ഞ ഇടിയൊക്കെ ഉള്ള കാലഘട്ടത്തിൽ, അങ്ങനെയുള്ള സിനിമകളുടെ കാലഘട്ടത്തിൽ ഈ ഒരു സിനിമ എന്ന് പറയുന്നത് റിലാക്സ് ചെയ്ത് കുടുംബത്തോടു കൂടി ഒപ്പം ഇരുന്ന് കാണാൻ പറ്റുന്ന നല്ലൊരു മൂവിയാണ്. പിന്നെ ഇതിൽ ഈ ചിറ്റപ്പനായിട്ട് വന്നിട്ടുള്ള അയാളും അളിയനും എല്ലാവരും അവരുടെ ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്നത് നമുക്ക് ശരിക്കും നമ്മളെ മനസ്സിൽ ഇതാവുന്ന രീതിയിൽ തന്നെയാണ്. JB തുമിനാടിൻ്റെ ഫസ്റ്റ് ഡയറക്ഷനാണിത്. പക്ഷേ പുള്ളി അത് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ചില സമയത്തൊക്കെ എനിക്ക് കുറച്ച് ക്രിഞ്ചായിട്ട് തോന്നിയെങ്കിലും പൊതുവേ നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന
നല്ലൊരു സിനിമയാണ് സൂ ഫ്രം സോ. പിന്നെ വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനിയും മറ്റൊരു വീഡിയോയിൽ കാണാം. ബായ്.